ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC Decode യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് PSC മലയാളം വൊക്കാബുലറി പാർട്ടിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മലയാളം ഇംഗ്ലീഷ് ടോപ്പിക്കൊക്കെ നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ ഋഷിപ്രോക്തം, ഓപ്ഷൻ ബി ആർഷം, ഓപ്ഷൻ സി ഋഷീവലം, ഓപ്ഷൻ ഡി ഋഷീശ്വരം. ആൻസർ ഓപ്ഷൻ ബി ആർഷമാണ്. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. അടുത്ത ചോദ്യം, അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ അനഘം, ഓപ്ഷൻ ബി മണിയം, ഓപ്ഷൻ സി അമരം, ഓപ്ഷൻ ഡി അന്യൂനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അമരം. അണിയം എന്നതിൻ്റെ വിപരീത പദമാണ് അമരം. അണിയം, അമരം. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ശരിയായി എഴുതിയിട്ടുള്ള പദം ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സമ്രാട്ട് ആണ്. ഇതിൽ ഹാർധവം എന്നുള്ളത് തെറ്റാണ്. ഹാർദ്ധം എന്നാണ് ശരിയായിട്ടുള്ള പ്രയോഗം. അതുപോലെ സൃഷ്ടാവ് എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. സൃഷ്ടാവാണ്. മുതലാളിത്വം അല്ല, മുതലാളിത്തം ആണ്. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ള പദം ഇതിനകത്ത് സമ്രാട്ട് എന്നതാണ്. ബാക്കി മൂന്നെണ്ണത്തിന് ശരിയായിട്ടുള്ള പദങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, പാമ്പ് എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ വരാളം, ഓപ്ഷൻ ബി വരാലം, ഓപ്ഷൻ സി വരാഹം, ഓപ്ഷൻ ഡി വരാടം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വരാളം ആണ്. പാമ്പ് എന്നർത്ഥം വരുന്ന പദമാണ് വരാളം. വരാളം എന്ന് വെച്ചാൽ പാമ്പ്. അടുത്ത ചോദ്യം, ഭൂമി എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ വപുസ്, ഓപ്ഷൻ ബി മേദിനി, ഓപ്ഷൻ സി ക്ഷോണി, ഓപ്ഷൻ ഡി ധര. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വപുസ്. വപുസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം എന്നാണ് മീനിങ്, ഭൂമി എന്നല്ല. ബാക്കി മൂന്ന് വേർഡ്സും ഭൂമി എന്നർത്ഥം വരുന്ന വേർഡ്സ് ആണ്. മേദിനി എന്ന് വെച്ചാൽ ഭൂമിയാണ്, ക്ഷോണി ഭൂമിയാണ്, അതേപോലെ ധര ഭൂമിയാണ്. അടുത്ത ചോദ്യം, ആകർഷണം വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ എ വികർഷണം, ഓപ്ഷൻ ബി അനാകർഷണം, ഓപ്ഷൻ സി നിരാകർഷണം, ഓപ്ഷൻ ഡി പ്രഹർഷണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വികർഷണം. ആകർഷണം വിപരീത പദമാണ് വികർഷണം. അടുത്ത ചോദ്യം, സൂര്യൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആദിത്യൻ, ഓപ്ഷൻ ബി അരുണൻ, ഓപ്ഷൻ സി സോമൻ, ഓപ്ഷൻ ഡി ആര്യമാവ്. ആൻസർ ഓപ്ഷൻ സി സോമൻ. സൂര്യൻ്റെ പര്യായ പദം അല്ലാത്തത് സോമൻ. ബാക്കി മൂന്നെണ്ണവും സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. അതായത് ആദിത്യൻ എന്ന് വെച്ചാൽ സൂര്യനാണ്, അരുണൻ സൂര്യനാണ്, ആര്യമാവ് സൂര്യനാണ്. സോമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രനാണ് കേട്ടോ മീനിങ്. സോമൻ എന്നത് ചന്ദ്രൻ്റെ പര്യായ പദമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ പുളിപ്പ്, ഓപ്ഷൻ ബി മധുരം, ഓപ്ഷൻ സി ചവർപ്പ്, ഓപ്ഷൻ ഡി കയ്പ്. ആൻസർ ഓപ്ഷൻ ബി മധുരം. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. മധുരം എന്നതാണ് തിക്തത്തിൻ്റെ വിപരീത പദം. അപ്പോൾ തിക്തം എന്ന് പറയുന്നത് സമാന പദം വരുമ്പോൾ കയ്പ് അല്ലെ, കയ്പ് ചവർപ്പ് ഇതൊക്കെ തിക്തത്തിൻ്റെ പര്യായ പദമായിട്ട് വരും. മധുരം എന്നുള്ളത് അതിൻ്റെ വിപരീത പദമാണ്. അടുത്ത ചോദ്യം, തേനിന് പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ എ മധു, ഓപ്ഷൻ ബി മധുപൻ, ഓപ്ഷൻ സി പീയൂഷം, ഓപ്ഷൻ ഡി അമൃതം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മധുപൻ. മധു എന്ന് വെച്ചാൽ തേൻ തന്നെയാണ്. പീയൂഷം, അമൃതം ഇതെല്ലാനും തേനിന് പര്യായമായിട്ടുള്ള പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം, മുഖം എന്നതിൻ്റെ പര്യായം അല്ലാത്തത്. ഓപ്ഷൻ എ ആസ്യം, ഓപ്ഷൻ ബി വദനം, ഓപ്ഷൻ സി വക്ത്രം, ഓപ്ഷൻ ഡി അങ്കുരം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അങ്കുരം. മുഖം എന്നതിൻ്റെ പര്യായമല്ലാത്ത പദമാണ് അങ്കുരം. അങ്കുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള എന്നാണ് അർത്ഥം കേട്ടോ. അങ്കുരം മുളയാണ്. ബാക്കിയുള്ള മൂന്ന് വേർഡ്സും അതായത് ആസ്യം, വദനം, വക്ത്രം ഇതെല്ലാം തന്നെ മുഖത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഓർത്ത് വെച്ചേക്കുക.
അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.